ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് മറിയത്തിന്റെ സ്തോത്രഗീതമാണ്. ഇവിടെ മറിയം തന്റെ മേൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മറിയത്തിന്റെ അമ്മയെ മംഗളവാർത്ത അറിയിച്ചതിന് ശേഷമാണ് മറിയം ഈ പറയുന്ന കൃതജ്ഞതാ സ്തോത്രം പാടുന്നത്, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിന് നന്ദി പറയണമെന്ന് വചനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ കാര്യം തന്നെ പൗലോസിലെയും പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയണം. പൗലോസിലെയും നമ്മളോട് പറയുന്നുണ്ട്. ചുരുക്കത്തില് ഇന്നത്തെ വചനവായനകൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ഇത് തന്നെയാണ്. കൃതജ്ഞതയുടെ ഒരു മനോഭാവം, നന്ദിയുടെ ഒരു മനോഭാവം ഉണ്ടായിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്, ഇതുവരെ ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്